എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂ ആണ് സത്യത്തിലല്ലേ. അടുത്ത കാലത്തൊരു ഒരാള് ലോകത്തോട്ട് ഇറങ്ങി വരുന്ന ഇത്രയും പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ണിൽ മിന്നും തിങ്കൾ പൂവാടിയിൽ എന്താ പറയുക, നമ്മുടെ ഭാഗ്യമല്ലേ അത്. അതായത് നമ്മുടെ മോനെ കുറിച്ച് ഇത്ര പേരുടെ ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത്. അത് എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടും. പക്ഷെ ഇന്നിപ്പോ ഇച്ചിരി ഒരു ഹാപ്പി മൂഡിലാണ്, ഫുള്ളി ഹാപ്പി മൂഡിലാണ്. തേരിറങ്ങും പൂങ്കുരുന്നേ ചാരവായു നീ. നമ്മൾ ഈ കാണാൻ വേണ്ടിട്ട് മുഖം കാണാൻ ഈ പറഞ്ഞ ഓമി എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. പേരും ഓസി ഓമി, ആ പേര് തന്നെ ഭയങ്കര രസമായിരുന്നു. ഈ പേര് ഓൾറെഡി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? ഞാനാണെങ്കിൽ അശ്വിന്റെ അടുത്ത് പറയുന്നതോട് ഒന്ന് ആലോചിച്ചു, ഇവന്റെ പേര് നമ്മൾ ഓം ഗണേഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ OMG എന്ന ആൾക്കാർ ഷോർട്ട് ഫോമിൽ വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോമഡി ആയിട്ടൊക്കെ പറയാം. അതിപ്പോ ഗേൾ ആണെങ്കിലും ഞാൻ വീട്ടിൽ ഓമി എന്ന് വിളിക്കാൻ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓസി ആണല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ അതാ വന്ന് ബോയ് വന്ന് നിയോം ഇട്ട് ഓമി ആക്കി. അമ്മയാകാന്ന് പറയുന്നത് എനിക്ക് തീരെ സംബന്ധിച്ചത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഈ അമ്മയാവുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ശരിക്കും ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. അമ്മയാവണമെന്ന് പറഞ്ഞു, ഇവ റെഡിയാക്കി തന്നു, അത്രേ എനിക്കറിയാവൂ. സിമ്പിൾ ആയിരുന്നു. പ്രസവിച്ച ആ ഹോസ്പിറ്റൽ ആ സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് ഹിം പോലെ തന്നെ എന്നാ ഫസ്റ്റ് പറഞ്ഞേ. പക്ഷെ ഇവൻ ചിരിച്ചാൽ എക്സാക്ട്ലി കൃഷ്ണകുമാറിനെ പോലെ അച്ഛൻ ഷേവ് ചെയ്തിട്ട് പണ്ടുള്ള ലുക്ക് ഉണ്ട്, ആ ലുക്കിലാണ് ഇവൻ ചിരിക്കുമ്പോ ഇരിക്കുന്നത്, എക്സാക്ട്ലി അതുപോലെ ഇരിക്കുന്നത്. ഐ വാസ് സോ സിക്ക് ദാറ്റ് എനിക്ക് ഇവന്റെ സ്മെൽ ഇഷ്ടമല്ല. ഐ യൂസ് ടു ഹേറ്റ് ഹിസ് സ്മെൽ. അപ്പൊ ഞാൻ പറയാറുണ്ട്, വിഷമം കൊണ്ടാണെങ്കിലും ഞാൻ പറയും എന്റെ അടുത്ത് തരരുത് പ്ലീസ്, എന്റെ അടുത്ത് വരരുത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ് ഇവന് ഞാൻ മറ്റേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇവനെങ്കിൽ എന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഞാനങ്ങ് മാറാൻ തുടങ്ങി ഇവന്റെ അടുത്ത്. ഞാൻ ഇവനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള പോലെ ഇവൻ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് എന്റെ സിക്നെസ് ആണ്, ഞാൻ വേണമെന്ന് വെച്ചല്ല. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ടൈം പേഴ്സൺ ഐ യൂസ് ടു ക്രൈ ഓൾമോസ്റ്റ് എവറി ഡേ. അതെ അത് ശരി, അങ്ങനെ ആയിരുന്നു. എനിക്ക് പണ്ടത്തെ ലൈഫ് തിരിച്ചു വേണം എന്നൊക്കെ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പുറത്ത് പോകണം, എനിക്ക് രാത്രി 11 മണി വരെ വെളിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. ബിക്കോസ് പെട്ടെന്ന് ഒരു ലോക്ക്ഡൌൺ ഫീലിംഗ് ആയിപ്പോയി എനിക്ക്. ഇപ്പൊ ഉടനെ ഇപ്പൊ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു വേണം, അത് ഞാനാണ്. ഐ വാസ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് അത് തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ആഗ്രഹം അത്രേ ഉള്ളൂ. അതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം പ്രഗ്നന്റ് ആയി കൊച്ചാവുന്നതിലും തെറ്റില്ല. എന്താ കെട്ടിക്കഴിഞ്ഞ് കൊച്ചേ വേണ്ട എന്ന് പറയുന്നതിലും തെറ്റില്ല, ഒരു തെറ്റുമില്ല. ഷീ ഈസ് ലിവിങ് ഫോർ ഹർ ഓൺ മണി, ലെറ്റ് ഹർ ലിവ് ദ വേ ഷീ വാണ്ട്സ്. അത്രേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം. സൂൺ മേ ബി ഷീൽ ബി ഗെറ്റിംഗ് മാരിഡ് ഓൾസോ. അപ്പൊ അമ്മൂനത് കുറേ കാലം അറിഞ്ഞിരിക്കണം. അമ്മു അങ്ങനെയാ കൊച്ചിലെ തൊട്ടേ. ഷീസ് വെരി ക്യൂരിയസ് അബൌട്ട് എവറിത്തിങ്. അമ്മൂന് എല്ലാം അറിയണം. ഞാനെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡാ. ഇഷാനിക്ക് വരുന്നിടത്തും കാണണ്ടാത്ത ആറ്റിറ്റ്യൂഡ്. അവർക്ക് ഒന്നിനോട് ഒരു താല്പര്യം, ഒന്ന് എടുത്തോണ്ട് പോടോ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. അനുസരിക്ക് എന്താ വരുന്ന അറിഞ്ഞിടാത്തൊരു ജീവിതമാണ്. അപ്പൊ ഷീസ് വെരി കൺഫ്യൂസ്, ഒന്നും അറിയില്ല. എല്ലാം നമ്മളോട് ചോദിക്കും, അമ്മയോട് ചോദിക്കും, നമ്മളോടൊക്കെ ചോദിച്ചാൽ അവളെല്ലാം. ഷീസ് വെരി, നമ്മളെക്കാൾ അത്ര കൊഞ്ചിച്ചോണ്ട് ഷീസ് വെരി ലൈക്ക് ബേബി ഇപ്പോഴും. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ മുഖം പോലും കാണാതെ ഒത്തിരി സ്നേഹം കിട്ടുന്ന ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് ഞാൻ ഇന്റർവ്യൂവിന് വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പേര് മാത്രമേ അറിയത്തുള്ളൂ, ഓമി. ബാക്കി ഇയാളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമുക്ക് അവരുടെ പാരന്റ്സിനോട് തന്നെ ചോദിക്കാം. ആളെ ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പാവം. നമ്മള് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് ഇന്ന്. ശരി, അവന് സംഭവം ചുമ എനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കും ജലദോഷമൊക്കെ ആയിട്ട് ഇരുന്നു. ഇവന് വാക്സിനേഷൻ എടുത്ത് ഉടനെ പനിയായി. ഫോളോഡ് ബൈ എന്റെ ജലദോഷവും കൂടെ കിട്ടി. പാവം റെഡി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഇന്നിപ്പോ ഇച്ചിരി ഒരു ഹാപ്പി മൂഡിലാണ്, ഫുള്ളി ഹാപ്പി മൂഡിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂ ആണ് സത്യത്തിലല്ലേ. അടുത്ത കാലത്തൊരു ഒരാള് ലോകത്തോട്ട് ഇറങ്ങി വരുന്ന ഇത്രയും പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സത്യം. എനിക്ക് നാളെ കുറിച്ച് അറിയാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ, നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ച് ഇത്രയധികം അപ്ഡേഷൻ കിട്ടാന്ന് പറയണേ. എന്താ പറയാ, നമ്മുടെ ഭാഗ്യമല്ലേ അത്. അതായത് നമ്മുടെ മോനെ കുറിച്ച് എത്ര പേരുടെ ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത്. അത് എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടും. എനിക്കൊന്ന് ഈ നമ്മൾ ഈ കാണാൻ വേണ്ടിട്ട് മുഖം കാണാൻ ഈ പറഞ്ഞ ഓമി എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. പേരും ഓസി ഓമി, ആ പേര് തന്നെ ഭയങ്കര രസമായിരുന്നു. ഈ പേര് ഓൾറെഡി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ യങ് ആയിരുന്നപ്പോഴേ എനിക്കൊരു ബോയ് ബേബി ജനിച്ച ഓം എന്ന് പേരിടണം എന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഓം, അതായത് എന്റെ പ്ലാൻ. പക്ഷേ പിന്നീട് ആയപ്പോഴത്തേക്കും ഓം വന്നു കഴിഞ്ഞാൽ
ആരെങ്കിലും സ്കൂളിൽ കളിയാക്കോ എന്നൊക്കെ എനിക്കൊരു തോട്ടോ. കാരണം ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഞാനാണെങ്കിൽ അശ്വിൻ്റെ അടുത്ത് പറയുന്നതോട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് നമ്മൾ ഓം ഗണേഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ OMG എന്ന ആൾക്കാർ ഷോർട്ട് ഫോമിൽ വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോമഡി ആയിട്ടൊക്കെ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഈ ഓം വരുന്ന എന്തെങ്കിലും പേരുണ്ടോ എന്നും കൂടെ അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ തപ്പിയാണ് നിയോം എന്നുള്ള പേര് കണ്ടുപിടിച്ചു. അതാകുമ്പോൾ വീട്ടിലെനിക്ക് ഓമി എന്നും വിളിക്കാലും, അതിപ്പോ ഗേൾ ആണെങ്കിലും ഞാൻ വീട്ടിൽ ഓമി എന്ന് വിളിക്കാൻ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓസി ആണല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പോലെ ബോയ് വന്നു നിയോം ഇട്ടു ഓമിയാക്കി ആ ഒരു സെറ്റപ്പ്. അങ്ങനെ എല്ലാവർക്കും ആ പേര് ആദ്യം കേട്ടപ്പോൾ കുറച്ച് എന്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അതൊരു നിയോൺ എന്നൊക്കെ പോലെ ഇല്ലേ, അത് കുറച്ച് വിയേർഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാരും വിളിച്ച് ഇപ്പൊ എല്ലാരും ആ പേരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയായി പറഞ്ഞ പേരങ്ങ് ഹിറ്റായി. ഓമി ലൈഫിൽ വന്ന ശേഷം നിങ്ങളുടെ 2 പേരുടെ ലൈഫിൽ വന്നൊരു ചേഞ്ചസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? ചേഞ്ച് എന്ന് പറയുമ്പോഴേക്ക് ആദ്യം ഉറക്കം ഇങ്ങനെ ഇല്ല, പിന്നെ ഇല്ല ഓസി പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു മദർഹുഡ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് വന്നു. ഓസിക്ക് പെട്ടെന്നായിരുന്നു സ്പാർക്ക് പോലെ 9 മാസം പുള്ളിക്കാരി 9 മാസം വന്നതിന് ശേഷം ലൈക്ക് ഒരാൾ വരാൻ നേരത്ത് ഓസി പെട്ടെന്ന് അഡാപ്റ്റ് ആയി. അതായത് നല്ല ഒരു അമ്മ അങ്ങനെയൊക്കെ. എനിക്കാണ് സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു എന്നുവെച്ചാൽ ഓക്കെ അത് എന്നുവെച്ചാൽ ഈ മറ്റേ ഈ പ്രഗ്നൻസി ബേസിക്കലി എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ആയിരുന്നപ്പോഴും തനിക്ക് എന്റെ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. അതെ അത് കുറെ സമയമെടുത്തു. നമ്മൾ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. എനിക്ക് ഐ വാസ് സോ സിക്ക് ദാറ്റ് എനിക്ക് ഇവന്റെ സ്മെല്ല് ഇഷ്ടമല്ല. ഐ യൂസ് ടു ഹേറ്റ് ഹിസ് സ്മെൽ. അപ്പൊ ഞാൻ പറയാറുണ്ട്, വിഷമം കൊണ്ടാണെങ്കിലും ഞാൻ പറയും എന്റെ അടുത്ത് വരരുത്, പ്ലീസ് എന്റെ അടുത്ത് വരരുത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ് ഇവന് ഞാൻ മറ്റേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോ ഇവനൊക്കെ എന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഞാനങ്ങ് മാറാൻ തുടങ്ങി ഇവന്റെ അടുത്ത്. അപ്പൊ ഇവനത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി. അങ്ങനെ നമ്മൾ ലണ്ടനിലൊക്കെ പോയിട്ടും എപ്പോഴും എനിക്ക് ഇവ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ പ്രശ്നമായിരുന്നു. പണ്ട് ഞാൻ ഇവനോട് പറയായിരുന്നു തന്റെ സ്മെല്ല് നല്ലതാ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത്. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒരാൾക്ക് അല്ല, അപ്പൊ അത് ഭയങ്കര ഒരു ഇതായി. അങ്ങനെ ഞാൻ ഇവനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള പോലെ ഇവൻ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് എന്റെ സിക്നെസ് ആണ്, ഞാൻ വേണമെന്ന് വെച്ചല്ല. അങ്ങനെ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡിലോട്ടൊക്കെ കയറിയപ്പോൾ ഞാൻ എന്റെ ഒരു ഹണിമൂൺ പീരീഡ് ഓഫ് പ്രഗ്നൻസിയിലായിരുന്നു. കുറച്ച് ഹാപ്പി ആയിരുന്നു ഞാൻ. പതുക്കെ ഷർട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇച്ചിരി ജീവൻ വന്നു. അപ്പോഴാണ് ഇവൻ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഓ ഓക്കെ അവള് പ്രഗ്നന്റ് ആണ്, ഓക്കെ അങ്ങനെ എന്നെ ഡീൽ ചെയ്യാനൊക്കെ പഠിച്ചു. ഓക്കെ, പക്ഷെ പതുക്കെ എനിക്ക് ഇവന്റെ സ്മെല്ലും എല്ലാം ബാക്ക് ടു നോർമലായി. തേർഡ് ട്രൈമസ്റ്ററിൽ ഐ വാസ് വെരി ഹാപ്പി. ജസ്റ്റ് വയറ് മാത്രമുണ്ട്, പിന്നെ അലറ ചില്ലറ കോൺട്രവേഴ്സികളിൽ ചെന്ന് പെട്ടു എന്നുള്ളതല്ലാതെ ഐ വാസ് വെരി ഹാപ്പി. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ 9 മാസം ഒരുപാട് മൂഡ് സ്വിങ്സ് വരും. അതെനിക്ക് ഹസ്ബൻഡാണ് കാണേണ്ടത്. അതെല്ലാം കണ്ടുപിടിക്കാതെ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് I used to cry almost every day. അതെ അത് ശരി, അങ്ങനെ ആയിരുന്നു. എനിക്ക് പണ്ടത്തെ ലൈഫ് തിരിച്ചു വേണം എന്നൊക്കെ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പുറത്ത് പോകണം, എനിക്ക് രാത്രി 11 മണി വരെ വെളിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. ബിക്കോസ് പെട്ടെന്ന് ഒരു ലോക്ക്ഡൌൺ ഫീലിംഗ് ആയിപ്പോയി. എനിക്ക് പ്രഗ്നന്റ് ആണ്, പുറത്ത് പോലെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അടച്ച്. അതിന് എനിക്ക് സിക്ക് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ എവിടെ പോയാലും സ്മെല്ലടിച്ച് ഛർദ്ദിക്കും. അപ്പൊ ഐ ഡിഡ്ന്റ് വാണ്ട് ടു വോമിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ഇവരോട് പറയുന്നത് എനിക്ക് എന്റെ പഴയ ലൈഫ് വേണം, കരഞ്ഞിരിക്കുന്നത്. ഈശാനിയൊക്കെ സാധാരണ എന്നെ എപ്പോഴും ഞാൻ കരയുമ്പോൾ കളിയാക്കുന്ന ആളാണ്. പക്ഷെ ഈശാനി ഒരു ദിവസം ഞാൻ കരയുന്ന കണ്ട് റൂമിൽ കയറി വന്നിട്ട് സാരമില്ല കുറച്ച് കഴിയുമ്പോ ഇറങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കയറിയപ്പോഴാണ് നമ്മൾ പിന്നെ മോൾഡീവ്സിലൊക്കെ പോയി. ഭയങ്കര പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയപ്പോ എനിക്കൊരു തടസ്സമല്ലായിരുന്നു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചില്ലായിരുന്നു. കാരണം അമ്മയാകാന്ന് പറയുന്നത് എനിക്ക് തീരെ സംബന്ധിച്ചത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഈ അമ്മയാവുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ശരിക്കും ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടേ ഇല്ല. അമ്മയാവണമെന്ന് പറഞ്ഞു, റെഡിയാക്കി തന്നു, അത്രേ എനിക്കറിയാവൂ. സോ സിമ്പിൾ സിമ്പിൾ ആയിരുന്നു, അത്ര സിമ്പിൾ ആയിരുന്നു ശരിക്കും. അങ്ങനെയല്ല, നമ്മള് ഒരാളുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ സാധിച്ചു. എനിക്ക് ഞാൻ ഇവനെ മീറ്റ് ചെയ്ത സമയത്ത് ഇവൻ അറിയാം. ഞാൻ ഇവനെ മീറ്റ് ചെയ്യുമ്പോഴല്ല, ഐ തിങ്ക് ഞാൻ എന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ അറിയാന്നുള്ള കാര്യം. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഈശാനിയുടെ നാനിയായിരുന്നു. എനിക്ക് ബേബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരുടെ ബേബിയെ കിട്ടിയാലും ഞാൻ അവരെ
പിന്നാലെ ഓടും. അപ്പൊ ഇപ്പൊ എന്റെ അമ്മയുടെ സിസ്റ്റർ ചിന്നമ്മ, പുള്ളിക്കാരിയുടെ മക്കളെയും ഞാൻ ബേബി സിറ്റ് ചെയ്ത് എനിക്ക് അങ്കിള് കുറെ ക്യാഷ് തന്ന് ഒരു 14,000-15,000 റുപ്പീസ് എന്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു, പോക്കറ്റ് മണി പോലെ. ഞാൻ നാനി പണി ചെയ്ത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. ബേബീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. അത് ഇവനറിയായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് എപ്പോഴും ഇങ്ങനെ വെഡിങ്ങിന് മുന്നേ ഞാൻ പറയുമായിരുന്നു, വെഡിങ് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ബേബി വേണം, എനിക്ക് യങ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഡെലിവറി ചെയ്തൊരു യങ് സന്തൂർ മമ്മിയായിട്ട് എനിക്ക് ഇരിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഇവനത് അറിയായിരുന്നു. ഇവനും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ബേബി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് സെറ്റപ്പ് ആക്കി തന്നു. അതായത് നമ്മള് കല്യാണം കഴിക്കണ മുമ്പ് നമ്മൾ കുറെ ഈ മറ്റേ ഈ ട്രിപ്പുകളായാലും കാര്യങ്ങളായാലും നമ്മൾ ആക്ച്വലി പോയായിരുന്നു. അപ്പൊ എനിക്കെന്ന് പറയുമ്പോഴേക്ക് ഓസിക്ക് ബേബി എന്തായാലും വേണം എന്ന് ഉള്ള ഒരു തീരുമാനം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ കുറച്ചൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കി, ഓക്കെ ബേബി പെട്ടെന്ന് വരുമ്പോഴേക്ക് എനിക്ക് ഓസി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സമയം അത് മാത്രം അത് കുറച്ചൊന്ന് എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എൻ്റെ മനസ്സിൽ അകത്തൊരു പേടി. അതായത് നമ്മൾ എപ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതായാലും സ്കൂട്ടറിലൊക്കെ ചാടി കയറി സിനിമയ്ക്ക് പോകും, ആ ടൈപ്പ് ചിന്തിക്കണം കൊച്ചിന്റെ കാര്യം. ഇപ്പൊ ചിന്തിക്കണം. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ബേബി വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമില്ലേ, സന്തോഷം എല്ലാം എന്താ പറയാ. നമുക്കിപ്പോ യൂഷ്വലി ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല സന്തോഷം തന്നെയാണ്. പക്ഷെ എന്താ ആ സന്തോഷത്തില് ചെറിയ ഒരു എന്താ പറയാ റെസ്ട്രിക്ഷൻ ബേബി അതിലാണ് ചെറിയ മീൻസ് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അതായത് പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവ ഇല്ലാതെ എനിക്ക് അഫ്കോഴ്സ് എവിടെയും പോകാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് ഇവനെ വിട്ടൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. ലൈക്ക് എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ഫോട്ടോ എടുക്കുമ്പോഴോ ഇവൻ ആരെങ്കിലും നോക്കി തരണം. അതാണ് ഞാൻ പറയാൻ വന്നത്. ആരെങ്കിലും കൊടുക്കും. അതാണ് ഞാൻ പറയാം ചെറിയ വിഷമത്തിന്റെ കാര്യം ഇപ്പൊ എന്റെ വീടാ എന്റെ വീട് അല്ല ഓസി സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു അങ്ങനെ. അങ്ങനെ ഇപ്പൊ വിളിക്കുന്നു. ഇപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാൻ പറയും അവിടെ എങ്ങനെ പോയി ഇരിക്കും, ഞാൻ കൊച്ചിനോട് ഇനിയിപ്പോ ചെറിയ വിഷമം ഒരു കോമഡി രീതി പറയുമ്പോ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തപ്പോ എന്താ പറയാ നമുക്ക് ഓക്കെ കുറച്ച് എവിടെയോ നമ്മളെ പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിക്കാരൻ ഇങ്ങനെ ആയി പോയി. പുള്ളിക്കാരനിപ്പോ സ്വന്തമായിട്ട് ചിന്തിച്ചു തുടങ്ങാനുള്ള സമയമായില്ല. അപ്പം ഓസിക്ക് എന്താണ് പെട്ടെന്ന് ഓമി വന്ന് വലുതാവാൻ പാടില്ല എന്നാണ്. എനിക്ക് അവയിങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കണം. എനിക്ക് അവയിനെ വളരുന്ന കണ്ടോണ്ടേ ഇരിക്കണം. എനിക്ക് ആ ഒരു ഇതാ, എനിക്കൊരു 5-10 മിനിറ്റ് ആരെങ്കിലും ഇവനെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ തിരിച്ച് എന്റെ കൊണ്ട് തരണം. എനിക്ക് ആ വെപ്രാളമാണ്, ലൈക്ക് ഒരു ഒബ്സഷൻ പോലെയാണ് എനിക്ക്. അത് ഐ തിങ്ക് ഫോർ ഓൾ മദേഴ്സ് ഇസ് ലൈക്ക് ദാറ്റ്. എനിക്കൊരു പ്രത്യേകതര ഒബ്സഷൻ. ഇവന്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. ഇവനും പെട്ടെന്ന് അല്ല ഇവൻ പെട്ടെന്ന് ഇറങ്ങി ഇവന്റെ വീട്ടിൽ വല്ലതും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 പ്രാവശ്യം വിളിക്കും, എപ്പോൾ തിരിച്ചു വരും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ പറയും ഞാൻ ഇവിടെ വന്നേലേ ഉള്ളൂ, ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ, ഞാൻ നാളെ വരാം. അങ്ങനെ ഞാൻ അല്ല സംഭവം ഉണ്ടല്ലോ, ഉള്ളപ്പോ ഒരു പ്രയോജനം ഇല്ലാന്ന് നമ്മള് പറഞ്ഞോണ്ടിരിക്കും. പണ്ട് സിന്ധുമ്മ പറഞ്ഞിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് അതേ ഔട്ട്ഫിറ്റില് ഇവരെ ബെഡിൽ കയറി ചാടും. അന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തും ചെയ്യാൻ ഫ്രീഡം കൊടുക്കും. പക്ഷെ സത്യം പറഞ്ഞ ഇപ്പൊ കൊടുക്കും. ഞാൻ ഇവനെ കൊല്ലും. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഞാൻ ചെന്ന് കയറിയോണ്ട് ഇവന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാല് കഴുകാതെ ആ ബെഡിൽ ഇരിക്കല്ലേ, കാല് കഴിയാതെ ബെഡിൽ ഇരിക്കല്ലേ. ഞാൻ അത് പറയും, കാരണം അറിയാതെ പോലും ഇയാൾ കയറി ഇരിക്കുമെന്നൊരു പ്രഷറാണ് എനിക്ക് ക്ലീൻ ആയിട്ട് ഇയാൾ ബെഡിൽ ഇരിക്കാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് ഇപ്പൊ ഇയാള് തന്നെ ഞാൻ പറയുന്നതിന് മുന്നേ കഴുകിയിട്ടാണ് ഞാൻ ഇരുന്നേ എന്ന് പറഞ്ഞിങ്ങനെ ബെഡിൽ കയറി ഇരിക്കും. അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഓവർ അങ്ങനെ OCD അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് എന്റെ അമ്മയ്ക്കുണ്ട്, അവിടെ OCD പ്രശ്നമുണ്ട്. എനിക്ക് OCD പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഞ്ഞിലെ ഉള്ളേക്കാൾ ഇപ്പൊ കുറച്ച് വൃത്തി പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പല അഭ്യാസവും കാണിക്കണം, അവിടെ എല്ലാം അമ്മ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തരും. പക്ഷെ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടെ വൃത്തിയാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഞാനും ഇങ്ങനെ വെപ്രാളമാണ് എനിക്ക്. ഞാൻ ഇവനോട് പറയാതെ അവിടെ വെക്കല്ലേ, ആ ടവൽ ഇവിടെ ഇടല്ലേ, ഒന്ന് തിരിച്ചുകൊണ്ട് വെച്ചുകൂടെ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും യു ആർ ടോക്കിംഗ് ലൈക്ക് യുവർ മദർ. ഞാൻ മറ്റേ ഐ നോ. അത് അമ്മ ഇപ്പൊ കാണുമ്പോഴേ അന്ന് അമ്മയോട് പറഞ്ഞതാണ്, ഇന്നിപ്പോ തിരുത്തു പറയുമ്പോ ഞാൻ ഒരിക്കലും അവൻ ആ സ്കൂളിൽ നിന്നുള്ള ഡ്രസ് ഇട്ടൊന്നും ഞാൻ സമ്മതിക്കുന്ന ഒട്ടും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതി ഒരു എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു വൈബ് മമ്മി ആയിരിക്കും. പക്ഷെ എന്റെ ഒരു ഇപ്പത്തെ ഒരു പോക്ക് വെച്ച് ഞാൻ ഏറെക്കുറെ എവിടെയൊക്കെ എന്റെ അമ്മയുടെ DNA എന്റെ ബോഡിയിലുണ്ട്. എന്റെ അച്ഛന്റെ മാത്രം DNA അല്ല, അമ്മയുടേതും ഉണ്ട്. അത് മനസ്സിലായി. ഇപ്പൊ ഞാൻ വരുമ്പോ പറഞ്ഞു, ആ കൊച്ചിനെ കാണുമ്പോ പറഞ്ഞു ഓസിയുടെ അതേ ചുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾ തമ്മിലുണ്ട് എന്നെ പോലെയാ അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പോ ഒരു മത്സരം ഉണ്ടോ? വന്ന സമയത്ത്, അതായത് പ്രസവിച്ച ആ ഹോസ്പിറ്റൽ ആ സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് ഹിം ഓസിയെ പോലെ തന്നെ എന്നാ ഫസ്റ്റ് പറഞ്ഞേ കണ്ട ഉടനെ.
പക്ഷെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ മാത്രമാണെന്ന് തോന്നുന്നു വീട്ടിൽ പറയുന്നത് അശ്വിനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അച്ഛൻ പറയും. പക്ഷെ ഇവൻ ചിരിച്ചാൽ എക്സാക്ട്ലി കൃഷ്ണകുമാറിനെ പോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത്. അതാണ് അത് എനിക്കുള്ളത് കൊണ്ട്, ഞാൻ ഗേൾ ആയതുകൊണ്ടായിരിക്കും അച്ഛനെ പോലെ 100% ആവാതെ. പക്ഷെ ഇവനെ അച്ഛൻ ഷേവ് ചെയ്തിട്ട് പണ്ടുള്ള ലുക്ക് ഉണ്ട്, ആ ലുക്കിലാണ് ഇവൻ ചിരിക്കുമ്പോൾ ഇരിക്കുന്നത്, എക്സാക്ട്ലി അതുപോലെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ അവൻ കിട്ടും. പക്ഷെ അല്ലാതെ ഇവന്റെ ഐബ്രോ, ബാക്കി ഇവന്റെ ബോഡിയുടെ നീളം ഒക്കെ, ഇവൻ പണ്ട് ബേബി ആയിരുന്നപ്പോൾ നല്ല നീളവും ചബ്ബി ഫേസ് ഒക്കെ ആയിരുന്നു. ഐബ്രോ ഇവൻ ഇങ്ങനെ ആംഗ്രി ബേർഡിന്റെ പോലത്തെ ഐബ്രോ, അതുകൊണ്ട് ബേബിക്ക് ഇപ്പോഴേ എന്നെക്കാൾ വലിയ ഐബ്രോ ആണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവന്റെ തന്നെ കിട്ടിയിരുന്നത്. ബുദ്ധി ഇവന്റെ തന്നെ കിട്ടിയാൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം എന്റേതാണെങ്കിൽ ഞാൻ എന്ന് സ്കൂളിൽ പോകേണ്ട വരും PTA മീറ്റിങ്ങിന് അവിടെ തെറി കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവന്റേതാണെങ്കിൽ എല്ലാം 90+ മാർക്ക് മേടിച്ചിരിക്കാം, കുഴപ്പമില്ല. പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഇതുപോലെ പറയുന്നു ആള്, കാരണം നമ്മൾ വിഷ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് നടക്കുമെന്ന് പറയാറുണ്ടല്ലോ. അല്ല, ഞാൻ പറയായിരുന്നു എനിക്ക് ബോയ് ഇൻ കേസ് ജനിക്കുന്നെങ്കിൽ എനിക്ക് എന്നെ പോലെ ഇരിക്കണം ആ ബോയെ കാണാൻ. പക്ഷെ തന്റെ ബുദ്ധിയും തന്റെ പോലത്തെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോയ് ആയിരിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നു. എനിക്ക് എന്നെ പോലെ ഒരു ബോയെ വേണമായിരുന്നു. അപ്പൊ ഇവൻ പറയുന്നു, നമ്മൾ പറയുന്ന പോലെയൊക്കെ നടക്കത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ ലുക്ക് ഇപ്പൊ എന്റെ പോലെ ആയി ഏകദേശം. അതുകൊണ്ട് ബുദ്ധി ഇവന്റെ പോലെ ആവണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. അല്ല, ബുദ്ധി എന്റെ പോലെ ആവണം. സത്യം പറഞ്ഞ ഗേൾ ആണെങ്കിൽ ഇങ്ങനെ ഓസിനെ പോലെ ഇരിക്കണം, ബോയ് ആണെങ്കിൽ എന്നെ പോലെ ഇരിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ വീട്ടിൽ ആക്ച്വലി ഒന്ന് പോയായിരുന്നു. മീൻസ് കുറച്ച് നമ്മൾ റിലേഷൻഷിപ്പ് ആക്കുമ്പോഴും എല്ലായിടത്തും ഇവരുടെ ഒരു ഇഷ്ടംപോലെ ആൽബവും വീഡിയോസും ഇവരുടെ കൊച്ച് നമുക്ക് അത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കട്ടോ നമ്മുടെ കയ്യിലൊന്നും ഒരു നല്ല ഫോട്ടോ ഇല്ലല്ലോ. അതിന്റെ വേദന നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കുമ്പോ എല്ലാം അത് ഒരിക്കലും ലൈഫിൽ തിരിച്ചു വരത്തില്ല. അത് മീൻസ് ഇവർക്ക് അത്ര മൂമെന്റ്സ് ഇത് എന്തായാലും ഇങ്ങനെ ഇത് മീൻസ് അങ്ങനെ പറയത്തില്ലേ. അപ്പൊ അതുപോലെ ഇപ്പം ആണാണെങ്കിൽ, അതായത് എന്നെ പോലെ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ ചൈൽഡ്ഹുഡിൽ കണ്ട പോലെ എനിക്ക് അത് മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങനെ കാണാമല്ലോ. മീൻസ് ഓക്കെ എന്റെ എന്തായാലും സമയം തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞാൻ ഇങ്ങനെ ആയിരിക്കുമായിരുന്നല്ലേ. ബിക്കോസ് എന്നിൽ കുറച്ച് ഇപ്പൊ എന്റെ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും നെയ്ബറൊക്കെ എനിക്ക് ആക്ച്വലി എടുത്തു തന്നാലേ ഉള്ളൂ. നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അന്ന് നമ്മൾ കൊടുത്തത്. എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ലൈവിൽ നമ്മൾ എന്താണ് കാണുന്നത്, ആ ഒരു മൊമെന്റ് നമ്മൾ ആക്ച്വലി ലിവ് ദ മൊമെന്റ്. പക്ഷെ ലിവ് ദ മൊമെന്റ് അല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 ഫോട്ടോകൾ എടുക്കായിരുന്നു അല്ലേ. മീൻസ് അത് എപ്പോഴും അത് ഒരു ലിമിറ്റോടെ ഇരിക്കണം. മനസ്സിലായി. നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കും എവിടെ പോയാലും എന്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് കണ്ണിൽ കാണുക. ശരി, അതൊക്കെ ഓക്കെ, എന്താ കണ്ണിൽ കാണുന്നത് മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കും, എല്ലാം നല്ലതാണ്. പക്ഷെ ചിലതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അത് കൊള്ളാം, അത് നല്ലത്. പക്ഷെ അത് ഓവറാവാൻ പാടില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കും. എല്ലാം അങ്ങനെയാണ്, എല്ലാം ലൈഫിലെല്ലാം അങ്ങനെയാണ്. എപ്പം നമ്മൾ അധികം ആഗ്രഹിച്ചുണ്ടല്ലോ നമുക്കത് വ്ലോഗ് എടുക്കുന്ന എന്നെ കുറ്റം പറയണ. അങ്ങനെ എടുക്കില്ല. മീൻസ് ഞാൻ ചിലപ്പോ ഇപ്പെന്ന് വെച്ചാൽ എന്റെ കൂടെ കൂടിയ ഉണ്ടോന്ന് അറിയത്തില്ല, അധികം എടുക്കില്ല. പക്ഷെ മീൻസ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സ്ഥലത്ത് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പൊ അങ്ങനെ ഓസി പറയാറില്ല. ഞാനാണ് ഇപ്പൊ അങ്ങോട്ട് പറയുന്നത് ഇത് മാത്രം എനിക്ക് ഉറക്കം പോലും ഇല്ല, ഞാൻ ഓർക്കാറില്ല. തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ നമുക്ക് കാണാൻ നമുക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത് ബിക്കോസ് അങ്ങനത്തെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ എന്താ പറയാ, ഇവര് അച്ഛൻ ഒക്കെ ഉണ്ടല്ലോ, അവര് നല്ല റെക്കോർഡൊക്കെ ചെയ്ത് ഉണ്ട്. എനിക്ക് ഇപ്പം അഹാനക്കായാലും ഇഷാനിക്കായാലും അൻസുനൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആദ്യത്തെ. ടെസ്റ്റ് ഡോസ് അടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അമ്മു ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്റെ ചോദിക്കും, ഇവന്റെ അപ്പി ഈ കളർ നോർമൽ ആണോ, ഇങ്ങനെ തന്നെയാണോ, ഇവ എത്ര നേരത്തിലാ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇവ എത്ര നേരത്തിൽ പാല് കുടിക്കും, എല്ലാം ചോദിക്കും. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ, എല്ലാം ചോദിക്കും. ബിക്കോസ് അമ്മൂനും അഫ്കോഴ്സ് കെട്ടിക്കഴിഞ്ഞാൽ ബേബി വേണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ അമ്മൂനും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് അമ്മൂന് ബേബി വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ ഇല്ല. അമ്മു ഇങ്ങനെ എല്ലാം ചോദിക്കും. ഇവ എത്ര നേരത്തെ എണീക്കും രാത്രി, ഇവ എപ്പോ ഉറങ്ങും, എല്ലാം ചോദിക്കും. അമ്മു ഇങ്ങനെ കൊത്തിയിരുന്ന്. അത്രയും ക്യൂരിയസ് അല്ല, പക്ഷെ അമ്മു ഇങ്ങനെ ചോദിക്കും വന്നിരുന്ന്. എന്താ പറയാ, സൂൺ മേ ബി ഷീൽ ബി ഗെറ്റിംഗ് മാരിഡ് ഓൾസോ. അപ്പൊ അമ്മൂനത് കുറേ കാലം അറിഞ്ഞിരിക്കണം. അമ്മു അങ്ങനെയാ കൊച്ചിലെ തൊട്ടേ. ഷീസ് വെരി ക്യൂരിയസ് അബൌട്ട് എവറിത്തിങ്. അമ്മുന് എല്ലാം അറിയണം. ഞാനെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡാ. ഇഷാനിക്ക് വരുന്നിടത്തും കാണണ്ടാത്ത ആറ്റിറ്റ്യൂഡ്. അവർക്ക് ഒന്നിനോട് ഒരു താല്പര്യം, ഒന്ന് എടുത്തോണ്ട് പോടോ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. ഹൻസിക്ക് എന്താ വരുന്ന അറിഞ്ഞൂടാത്തൊരു ജീവിതമാണ്. അപ്പൊ ഷീസ് വെരി കൺഫ്യൂസ്. ഒന്നും അറിയില്ല, എല്ലാം നമ്മളോട് ചോദിക്കും, അമ്മയോട് ചോദിക്കും, നമ്മളോടൊക്കെ ചോദിച്ചാണ് അവളെല്ലാം. ഷീസ് വെരി നമ്മളെക്കാൾ അത്ര കൊഞ്ചിച്ചുകൊണ്ട് ഷീസ് വെരി ലൈക്ക് ബേബി. ഇപ്പോഴും
അങ്ങനെ ഇഷാനിക്ക് മറ്റേ ഒന്നിനോടും വലിയ താല്പര്യമില്ല. ഇഷാനിക്ക് ഇഷായുടെ കാര്യം, വേറെ ഒന്നിനും അവൾ ഇടപെടൂല. അവളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത്, അവളുടെ കാര്യത്തിൽ അവൾ നോക്കിപ്പോവും. അത് സത്യത്തിൽ ഒരു നല്ലതാ, അവളെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല. അങ്ങനെയാണ് അവള് നടക്കുന്നത്. അമ്മു കുറെ കൂടെ ക്യൂരിയസ് ആ, എല്ലാവരോടും ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ നടക്കും. ഇങ്ങനെ അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, അങ്ങനെ ചോദിച്ചോണ്ട് എല്ലാവർക്കും 4 പേർക്ക് വേറെ വേറെ ക്യാരക്ടറാ, മൊത്തത്തിൽ വേറെ വേറെ. നമ്മൾ ഓൾറെഡി എന്താണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്, അത് ഓൾറെഡി ഞാനിപ്പോ വേൾഡ് ഫേമസ് കുഞ്ഞമ്മയായിട്ടിരിക്കുകയാണ്. അല്ലാതെ അവളെ ജോക്കായിട്ട് അക്സെപ്റ്റ് ചെയ്ത് എടുത്തു കഴിയും. അല്ല, അവൾ അതിന്റെ ഒരു റോങ് സെൻസിൽ പറഞ്ഞല്ല. മനസ്സിലായി. ഇഷാനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉടനെ ഇപ്പൊ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു വേണം, അത് ഞാനാണ്. ഐ വാസ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് അത് തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്റെ ആഗ്രഹം, അത്രേ ഉള്ളൂ. അതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എത്ര പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി, പുള്ളിക്കാരിക്ക് ഇപ്പൊ കെട്ടണം എന്നില്ല. പുള്ളിക്കാരുടെ ഫിയാൻസെ ആയിട്ട് ലൈഫ് അടിച്ചു പൊളിച്ച് ലൈഫ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നീട് ഒരു ബേബി വന്നാൽ മതി. അതിലും തെറ്റില്ല. എന്നാ കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം പ്രഗ്നന്റ് ആയി കൊച്ചാവുന്നതിലും തെറ്റില്ല. എന്നാ കെട്ടിക്കഴിഞ്ഞ് കൊച്ചേ വേണ്ടാന്ന് പറയുന്നതിലും തെറ്റില്ല. ഒരു തെറ്റുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഇഷാനി അത് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ പേര് ചോദ്യം ചെയ്തല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്തവരോടാണ് ചോദിക്കേണ്ടത്. അത് അവളുടെ താല്പര്യമാണ്. ഷീസ് നോട്ട് ട്രബിളിങ് എനിബഡി. ഷീസ് ലിവിങ് ഫോർ ഹർ ഓൺ മണി. ലെറ്റ് ഹർ ലിവ് ദ വേ ഷീ വാണ്ട്സ്. അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം. ചില ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നെക്കാട്ട് ഫാൻസ് കൂടുതൽ ബാക്കിയുള്ള 3 പേർക്കാണ് ഓൾറെഡി കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്റെയൊക്കെ ഞാൻ 4 പേരായിട്ടുള്ള വല്ല ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ എല്ലാവരും വന്ന് പറഞ്ഞ് ഇഷാനി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ഹൗസ് എന്നൊക്കെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഇഷാനിക്കാണ് ലുക്ക് വൈസ് ഭയങ്കര ഫാൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ അങ്ങനെ ലുക്ക് വൈസ് ഒന്നും അധികം പേര് പുകഴ്ത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും വല്ല ചിൽ വൈബെന്നോ സ്വഭാവമോ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ലുക്ക് വൈസ് എനിക്കൊന്ന് ഇഷാനിയാണ് എല്ലാവരും. ഇഷാനിയാണ് കറക്റ്റ് അമ്മയെ പോലെ ഇരിക്കുന്നത്. അമ്മയുടെ ബ്യൂട്ടി കുറച്ചെങ്കിലും ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇഷാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 100% അച്ഛന്റെ മീശ ഷേവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. ആള് പറഞ്ഞു ഫാൻസ് കൂടുതൽ ബാക്കി 3 പേർക്ക്, എനിക്ക് ഫാൻസ് ഭയങ്കര കുറവാണ്. അത് നിങ്ങളുടെ ഈ വീട്ടിലിരിക്കുമ്പോ അങ്ങോട്ട് ഇത് പറയാറുണ്ടോ? ഇല്ല. വീട്ടിൽ വിളിച്ചിട്ട് അവള് പറയും എനിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്, ഇടിച്ച് പൊക്കോളാ പറയുക. അങ്ങനെ അതൊക്കെ നമ്മൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആക്കല എല്ലാരും. അവൾ അങ്ങനെ വീഡിയോ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല കേട്ടോ. ഇനി വീട്ടിൽ പോയി ചോദിക്കണം. നമ്മൾ ഇപ്പൊ ഉള്ളത് ഓബൈ താമരയിലാണ്. നിങ്ങളുടെ പ്രപ്പോസൽ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം. ഈ ഓണം കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഒരാളും കൂടെ വന്നിട്ടുണ്ട്, ഫേസ് മാറിയിട്ടുണ്ട്. നമ്മുടെ ബ്രൈഡൽ ഷവറും ബേബി ഷവറും ബേബിയുടെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ ഇത് ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങളുടെ അടുത്ത്. കോയിൻസിഡന്റ്ലി ഇറ്റ് കേവ്. ഇത് വന്നപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, അവന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. എങ്ങനെയുണ്ട് ഒരു അച്ഛനും അമ്മയായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ? നിങ്ങൾ വെയിറ്റിംഗ് ആണോ? വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ആക്ച്വലി പറയാൻ മറന്നുപോയി. വിട്ടുപോയി. എന്നുള്ളത് തിരുവോണം സെപ്റ്റംബർ 5 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 5 എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. അതെ, അത് ഒത്തങ്ങ് വന്നു. നമ്മൾ അന്ന് കറക്റ്റ് ഇവന് 2 months ആവും. ജൂലൈ 5 അല്ലേ ജനിച്ചത്, അപ്പൊ സെപ്റ്റംബർ 5 2 months ആവും. അപ്പൊ 2 months അന്ന് ഇവന് നമ്മൾ റിവീൽ ചെയ്യാം, ഫേസ് റിവീൽ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ഓണം നമ്മുടെ ആനിവേഴ്സറി, അപ്പൊ നല്ലൊരു ഓസ്പിഷ്യസ് ഡേയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബേബിക്ക് ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. ഒരു ക്യൂട്ടായിട്ടുള്ള കുർത്ത ധോത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഹാൻഡ് പെയിന്റഡ് സാരിയും അശ്വിനതൊക്കെ ഞാൻ നല്ല കളർ കോർഡിനേറ്റർ ആയിട്ട് നല്ല കിടിലം ഫോട്ടോ എടുക്കണം. വീട്ടിൽ ആദ്യം എടുക്കാം, വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓബൈ താമരയപ്പോൾ എടുക്കാം. കാരണം പലപ്പോഴും നമ്മളിവിടെ സദ്യ കഴിക്കാൻ വരാറുണ്ട് ഓണത്തിന്. ഇത്തവണ വരുമോന്ന് അറിയില്ല. ബട്ട് ഇൻ കേസ് വന്നാൽ നമ്മൾ ഇവിടെ തന്നെ എന്തായാലും അടിപൊളി ഫോട്ടോ എടുക്കും. സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്. ഒരു ആംബിവേർട്ട്, പണ്ട് ഇൻട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ ആംബിവേർട്ട് ആയി. സോ ഇപ്പൊ ഞാൻ അങ്ങനല്ല, ഞാന് സ്റ്റാർട്ടിങ് ട്രബിൾ ബിക്കോസ് ലൈക്ക് ഈ ആദ്യമായിട്ട് ഈ മീഡിയ ഒക്കെ ആക്ച്വലി വരാൻ നേരത്ത് നമ്മളെല്ലാം സോഷ്യൽ ആക്ച്വലി സംസാരിക്കേണ്ടി ഒരു ഇത് ഞാൻ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു. ഇല്ല ഇങ്ങനെ അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ ഞാൻ ആരെയാ ഈ പറ്റിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ ക്യാരക്ടർ ഇതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അപ്രിഷിയേഷൻ എൻ്റെ ക്യാരക്ടറിന് വെച്ചായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഫേക്ക് അല്ല, ഞാൻ റിയൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. കുറ്റമായ പോലും അത് എൻ്റെതായിരിക്കും, മറ്റത് ഒന്നും എൻ്റെതായിരിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പതുക്കെ അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഉണ്ടല്ലോ. ഇത് ഒരാള് ആരെങ്കിലും ഒന്നും കാണാൻ നേരത്തെ ഇത് എന്തോന്നടയോ സംസാരിക്കണത്, അപ്പൊ അവർക്ക് നമുക്കൊരു ഹ്യൂജ് റെസ്പോൺസിബിൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അവർക്ക് അത് ഓക്കെ, അത് ഇച്ചിരി എങ്കിലും എന്റർടൈനിങ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ കാര്യം